സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളുടെ ജോൺസൺ വർഗി. ഞാനിപ്പോൾ ഉള്ളത് കുറവലങ്ങാട് കോഴ ഫെസ്റ്റ് 2025 പാടത്തുള്ള ഫുട്ബോൾ ടൂർണമെൻറ്റാണ്. അതിവിചിത്രമായ ഒരു ഫുട്ബോൾ ടൂർണമെൻറ്റാണ് ഇവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. പാടത്ത് അതിമനോഹരമായ പാടത്ത് അരയോളം വെള്ളം തെളിവുണ്ട്. അതിനകത്താണ് ഫുട്ബോൾ ടൂർണമെൻറ്റ് നടക്കുന്നത്. പറയുന്ന മത്സരം ആരംഭിക്കുകയാണ്. തമ്മിലുള്ള സെമി ഫൈനൽ മത്സരം ഇതാ ഇവിടെ നടക്കുകയാണ്. ഈ മത്സരത്തിന് ശേഷം തലയാലപ്പറമ്പ് ടീമും ഈ മത്സര വിജയിയും തമ്മിലുള്ള ഫൈനൽ മത്സരം നടക്കുന്നതുമാണ്. ഗണ്ണമംഗലം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളും കുറവലങ്ങാട് ഹയർ സെക്കൻഡറി സ്കൂളും തമ്മിലുള്ള മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ മത്സരത്തിന് വിജയിക്കുന്ന ടീമും തലയോലപ്പറമ്പ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളും തമ്മിലുള്ള ഫൈനൽ മത്സരം നടക്കുന്നതാണ്. ആദരവ് നൽകി ബഹുമാനായ കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് മന്ത്രി പി പ്രസാദ് അവരുകൾ കുട്ടികളെ ആദരിക്കുന്നതുമാണ്. സമാപന സമ്മേളനത്തിലേക്കും ജില്ലാ കൃഷിത്തോട്ടത്തിൽ നടക്കുന്ന പ്രദർശന വിപണന സ്റ്റാളുകൾ ആസ്വദിക്കുവാനും ഏവരെയും ക്ഷണിക്കുകയും ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു. മൂന്നാം ദിനമായ വ്യത്യസ്തമായ ഒരു അനുഭവം തന്നെയാണ്. സംസ്ഥാന വിത്തുൽപാദന കേന്ദ്രം നാട്ടുകാരാണോ? ഇരു ടീമുകളും തുടങ്ങിയാണ് ഇവിടെ പരിപാടി. ഇപ്പൊ നിലവിൽ ഇപ്പൊ ഏത് ടീമുകൾ മത്സരിക്കണേ? മത്സരം നടക്കണല്ലേ? ദർശിച്ചുകൊണ്ടിരിക്കുന്നത് കാൽപത്തിന്റെ പെരുമ ഫുട്ബോൾ കോർട്ടുകളിൽ നിന്നും ടർഫുകളിൽ നിന്നും മാറ്റി പാടത്തേക്ക് നമ്മൾ പുനരാവിഷ്കരിച്ചിരിക്കുകയാണ്. ആദ്യ പകുതിയുടെ എക്സ്ട്രാ 1 മിനിറ്റ് ആദ്യ പകുതിയുടെ എക്സ്ട്രാ ടൈമിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. 1 മിനിറ്റാണ് ആദ്യ പകുതിയുടെ എക്സ്ട്രാ ടൈമിനായിട്ട് അനുവദിക്കുക. ആദ്യ പകുതി മത്സരം സമാപിച്ചിരിക്കുന്നു. രണ്ടാം പകുതി 2 മിനിറ്റുകൾ. ബോളിടരുത്. കുട്ടികൾ ഒരിക്കൽ കൂടി ശ്രദ്ധിക്കണം കേട്ടോ. നിങ്ങളുടെ കണ്ണിൽ ചേറുപോയാൽ ഒരു കാരണവശാലും നിങ്ങൾ കണ്ണ് തിരുമരുത്. നിങ്ങൾക്ക് നടക്കാൻ പറ്റുന്നില്ല എങ്കിൽ അവിടെ തന്നെ നിന്നാൽ മതി. അവിടെ വെള്ളം എത്തിച്ചു തന്നോളാം. ഒരു കാരണവശാലും കണ്ണ് തിരുമരുത്.
പാടില്ല. ഇതാ 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 മൂന്ന് പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്ക് കളിയെ മാറ്റുകയാണ്. ഇരു ടീമുകൾക്കും നൽകുക. ഇപ്പോൾ കുറവലങ്ങാടിന്റെ ടീമിന് വേണ്ടി ഷൂട്ട് ചെയ്യുന്നു. ഒന്നാമത് ഷൂട്ട് രണ്ട് ബോളുകൾ നല്ല മികച്ച രീതിയിൽ ബ്രഹ്മമംഗലത്തിന്റെ ടീം അംഗം തടഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ബ്രഹ്മമംഗലം 2 ഷൂട്ട് വിജയിച്ചുകൊണ്ട് ഫൈനൽ മത്സരത്തിലേക്ക് ബ്രഹ്മമംഗലം ടീം പ്രവേശിച്ചിരിക്കുകയാണ്. ശേഷം തലയാലപ്പുറമ്പ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളും ബ്രഹ്മമംഗലം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളും തമ്മിലുള്ള ചെളിയിലുള്ള ഫുട്ബോൾ കളിയാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ തന്നെ വളരെ വിരളമായി തന്നെ തോതിൽ കണ്ടുവരുന്ന ഒരു പരിപാടിയാണ് കോട ഫെസ്റ്റ് ഇവിടെ അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. കോടായിലെ തന്നെ ഫാമിൻ്റെ ഉടമസ്ഥയിലുള്ള പാടത്താണ് ഇത് നടക്കുന്നത്. വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ബ്രഹ്മമംഗലവും തലയാലപ്പുറമ്പും തമ്മിലുള്ള അതിമനോഹരമായ മഡ് ഫുട്ബോൾ മത്സരം വളരെ വാശിയോടുകൂടി ഇത് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ക്ഷേമവകുപ്പിന്റെയും സംയുക്തമായ ഒരു സംരംഭമായ കോട്ടയം കർഷകോത്സവം കോഴ ഫാം ഫെസ്റ്റ് ഹരിതാരവും 2K25 ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക. 3ാം ദിനം പരിപാടികൾ 4 വേദികളിലായി നടന്നു വരുന്നു. ജില്ലാ കൃഷിത്തോട്ടം, ട്രെയിനിങ് സെന്റർ, ഉഴവൂര് ബ്ലോക്ക് പഞ്ചായത്ത് കാര്യാലയം, ഓഡിറ്റോറിയം, അതോടൊപ്പം തന്നെ കർഷകക്ഷേമ വകുപ്പ് മന്ത്രി ബഹുമാനനായ ശ്രീ പ്രസാദ് അവர்களுം നമ്മളുടെ കടുത്തുരുത്തിയുടെ MLA അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് MLAയും ഒക്കെ നാളെ സമാപന സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് നമ്മളോട് സംവദിക്കുന്നതാണ്. ബ്രഹ്മപുരം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളും തലയോലപ്പുറമ്പ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെയും ചുണക്കൂട്ടന്മാരിത ഇഞ്ചോടിഞ്ചുള്ള പോരാട്ടത്തിലാണ്. പകുതി സമയം 5 മിനിറ്റ് മത്സരം നടന്നു കഴിഞ്ഞു. ഗോളടിക്കാൻ ഒരു
15 മിനിറ്റുകളാണ് നമ്മൾ ഈ ഫൈനൽ മത്സരത്തിൽ ഇനി അവശേഷിക്കുക. ആദ്യ പകുതിയിൽ 5 മിനിറ്റും രണ്ടാമത് പകുതിയിൽ 10 മിനിറ്റും. തലയോലപ്പുറമ്പ് ഇതാ ബ്രഹ്മമംഗലം ഗോൾ മുഖത്ത് ഒരു ആക്രമണം ഇപ്പോൾ ചെയ്യുന്നത്. ആദ്യ പകുതിയിലെ എക്സ്ട്രാ ടൈം ാണ് ഈ മത്സരത്തെ കാണുക. സപ്തദിവർഷ പ്രോഗ്രാമുകളിലേക്കൊക്കെ കടക്കുന്ന സപ്തദിവർഷ ആഘോഷ പ്രോഗ്രാമുകൾക്ക് കടക്കുന്നതിന്റെ ഭാഗമായിട്ട് സംഘടിപ്പിച്ചിരിക്കുന്ന ഹരിതാരവം 2K25 എന്ന കോട്ടയം ജില്ലാ കാർഷികോത്സവത്തിന്റെ ഭാഗമായി വിവിധ വേദികളിലായി നടന്നു വരുന്ന വിവിധങ്ങളായ ദൃശ്യ വിരുന്നുകളുടെ ഭാഗമായിട്ടുള്ള ചേറിലുള്ള കാൽപന്ത് കളിയുടെ അരങ്ങേറ്റമാണ്. ഫൈനൽ മത്സരമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ബ്രഹ്മമംഗലം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളും അതോടൊപ്പം തന്നെ തലയോലപ്പുറമ്പ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളും തമ്മിലാണ് ഈ മത്സരത്തിന് മാറ്റിവെക്കുന്നത്. ചേറിലെ കാൽപന്ത് കളിയുടെ 1ഉം 2ഉം തലയോലപ്പുറമ്പ് ടീം ഒരു ഗോള് നേടിയിരിക്കുകയാണ്. ബ്രഹ്മമംഗലത്തിനെതിരെ തലയോലപ്പുറമ്പ് ടീം ഒരു ഗോള് നേടിയിരിക്കുന്നു. മൂന്ന് മിനിറ്റുകൾ മാത്രമാണ് ഫൈനൽ മത്സരത്തിന് അവശേഷിക്കുക. ഒരു ഗോളുമായിട്ട് തലയോലപ്പുറമ്പ് ടീം മുൻപന്തിയിൽ നിൽക്കുന്നു. വിവിധ വേദികളിൽ നയന മനോഹരങ്ങളായ വ്യത്യസ്തമായ മത്സരങ്ങളുമായി രണ്ടാമത് ഗോളും തലയോലപ്പുറമ്പിന് വേണ്ടി ബ്രഹ്മമംഗലം ടീമിനെതിരെ രണ്ടാമത് ഗോളും തലയോലപ്പുറമ്പ് ടീം നേടിയിരിക്കുന്നു. പാടത്തും സാധ്യമാകുമെന്ന് നമ്മളുടെ വിദ്യാർത്ഥികളെ നമുക്ക് ഇന്ന് രാവിലെ മുതൽ ഇവിടെ കാണിച്ചു തന്നിരിക്കുകയാണ്. ടെറസിലെ ഫുട്ബോളും അതോടൊപ്പം തന്നെ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഫുട്ബോളും ഒക്കെ അതിലും ഒക്കെ ഭംഗിയായിട്ട് നമ്മളുടെ വയലേലകളിലും നമുക്ക് ഇത് സാധ്യമാണ് എന്ന് കാണിച്ചുകൊണ്ട് വളരെ വ്യത്യസ്തമായ രീതിയിൽ വളരെ നല്ല രീതിയിൽ ഈ പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട് കുട്ടികൾ രാവിലെ മുതൽ സഹകരിക്കുകയാണ്. അവസാന ഒരു മിനിറ്റ് എക്സ്ട്രാ, രണ്ടാം പകുതിയിലെ എക്സ്ട്രാ ടൈം ഒരു മിനിറ്റിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നു.
2 ഗോളുമായി തലയോലപ്പറമ്പ് ടീം മുൻപന്തിയിൽ നിൽക്കുന്നു. ബ്രഹ്മമംഗലം ടീമിന് ഇതുവരെ പോയിന്റുകളൊന്നും സ്വീകരിക്കുവാനായിട്ട് സാധിച്ചിട്ടില്ല. വളരെ വാശിയേറിയ, വളരെ നയനമനോഹരമായ സമാപന നിമിഷങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. എല്ലാവരും ഒന്ന് കൈയടിച്ച് നമ്മുടെ കുട്ടികളെ നമുക്ക് പ്രോത്സാഹിപ്പിക്കാം. എല്ലാവരും കൈയടിച്ച് വളരെ ആവേശകരമായ മത്സരത്തിലേക്ക്, വളരെ നയനമനോഹരമായ ഫിനിഷിംഗ് പോയിന്റിലേക്ക് ഇതാ നമ്മൾ കടന്നെത്തുകയാണ്. അവസാന നിമിഷങ്ങൾ, അവശേഷിക്കുന്ന 30 സെക്കൻഡുകൾ. എന്ത് സംഭവിക്കാം? 3ാമത് ഗോളിന് വേണ്ടിയിട്ട് തലയോലപ്പറമ്പ് ടീമും കാർഷിക കേരളത്തിന്റെ മാസ്മരികത പാടത്ത് നമ്മൾ പ്രതിഫലിപ്പിച്ച് അവസാന നിമിഷങ്ങൾ വെറും 25 സെക്കൻഡുകൾ മാത്രം അവശേഷിക്കുന്ന അവസാന നിമിഷങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. 20 സെക്കൻഡ് മാത്രം അവശേഷിക്കുന്നു. 20 സെക്കൻഡ് മാത്രമാണ് ഇനി കളി അവശേഷിക്കുന്നത്. ഇതാ മൂന്നാമത് ഗോളിന് വേണ്ടിയിട്ട് തലയോലപ്പറമ്പ് ടീം അംഗങ്ങള് അക്ഷീണം ഒരു മെയ്യായിട്ട്, ഒരു മനസ്സായിട്ട് 7 പേരല്ല ഞങ്ങൾ ഒന്നാണ് എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് ഇതാ മാസ്മരികതയുടെ ചേറിലെ കാൽപന്തിന്റെ മാസ്മരികത ഇത് ഞങ്ങൾക്ക് അത് വളരെ നല്ല രീതിയിൽ ബ്രഹ്മമംഗലം അത് സേവ് ചെയ്തിരിക്കുന്നു. ഒരു ഗോളെങ്കിലും തിരിച്ചു നൽകുന്നതിന് വേണ്ടിയിട്ട് ഇതാ അവസാന 5 സെക്കൻഡുകൾ മാത്രം മാസ്മരികത ഇതാ കാണുക. നമ്മുടെ പാടത്തെ കാൽപന്തിന്റെ മാസ്മരികത ഇതാ തീർന്നു കഴിഞ്ഞിരിക്കുന്നു. സഹകരിച്ച മുഴുവൻ കുട്ടികൾക്കും ഏറ്റവും സ്നേഹത്തോടെ സംസ്ഥാന വിത്തുൽപാദന കേന്ദ്രത്തിന്റെ പേരില്, അതോടൊപ്പം തന്നെ കൃഷി വകുപ്പിന്റെ പേരില്, ഹരിതാരവൻ 2K25 പേരില് ഏറ്റവും സ്നേഹത്തോടെ ഏവർക്കും നന്ദി. പ്രഖ്യാപനം. 3ാം സ്ഥാനത്ത് അർഹമായിരിക്കുന്നത് കുറവലങ്ങാട് സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ. 2ാം സമ്മാനത്തിന് അർഹനായിരിക്കുന്നത് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ബ്രഹ്മമംഗലം. 1ാം സമ്മാനത്തിന് അർഹമായിരിക്കുന്നത് തലയോലപ്പറമ്പ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ. ഏവർക്കും കാണുവാൻ വന്ന, പ്രോത്സാഹിപ്പിക്കുവാൻ വന്ന, ഞങ്ങളുമായി കൈകോർത്ത സീഡ് ഫാം കോഴയിലെ പാടത്ത് നമ്മൾ മഡ് ഫുട്ബോളും ചേറിലോട്ടവും സംഘടിപ്പിച്ചു. എല്ലാ സ്കൂളുകളിൽ നിന്ന്, നമ്മുടെ കോട്ടയം ജില്ലയിലെ തന്നെ സ്കൂളുകളിൽ നിന്നുള്ള നല്ലൊരു പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരുന്നു. നമ്മുടെ ഉദ്യോഗസ്ഥര് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.